അന്തിച്ചർച്ചകളിലൂടെ ശ്രദ്ധേയനായി കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ ശക്തനായ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി എത്തുമ്പോഴാണ് രാഹുലിനെതിരെ ആദ്യ ആരോപണം ഉയരുന്നത്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളിലൂടെ വ്യാജൻ എന്ന പേരിലാണ് രാഹുൽ കളിയാക്കപ്പെട്ടത്. തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ സർക്കാരിനെയും മുഖ്യനെയും വെല്ലുവിളിച്ച് രാഹുൽ മുഖ്യനും നൽകി ഒരു പേര്, ആഭ്യന്തര വാഴ. ഇപ്പോൾ പാലക്കാടിൻ്റെ MLA ആയിരിക്കുന്ന രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് തുടരുകയാണ്. അതിൽ വിമർശനം നേരിട്ടതിൻ്റെ തൊട്ടു പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ക്യാമ്പിൽ സാമ്പത്തിക ക്രമക്കേടിൻ്റെ ആരോപണവും നേരിട്ടിരിക്കുകയാണ് അദ്ദേഹം. ഇത്തവണ സർക്കാരിൻ്റെ മറുവാദവുമായി രംഗത്തെത്തി രാഹുലിന് കവചമായി നിൽക്കുന്നത് അഖിൽ മാരാരാണ്. വയനാട് ദുരിതബാധിതർക്കായി പിരിച്ച പണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ യൂത്ത് കോൺഗ്രസ് പിന്തുണയുമായി സംവിധായകനും ബിഗ് ബോസ് വിജയിയുമായ അഖിൽ മാരാർ രംഗത്തെത്തിയിരിക്കുന്നു. ദുരിതബാധിതർക്ക് വീട് വെച്ച് കൊടുക്കാനായി പിരിച്ചെടുത്ത തുക ചിലവഴിച്ചില്ലെന്ന വിമർശനം യൂത്ത് കോൺഗ്രസിനെതിരെ പഠന ക്യാമ്പിൽ ഉയർന്നതായി വാർത്തകളുണ്ടായിരുന്നു. ഇത് തള്ളി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നു. പിരിച്ചെടുത്ത തുകയിൽ നിന്ന് പണം തിരിമറി നടത്തിയെന്ന് തെളിയിച്ചാൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം താൻ രാജിവെക്കാം എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വെല്ലുവിളി. ഈ വിഷയത്തിൽ DYFIയും യൂത്ത് കോൺഗ്രസിനെതിരായി രംഗത്ത് വന്നിരുന്നു. 770 കോടി പിരിച്ചുവെച്ച സർക്കാർ ഇതുവരെ ഒരു വീട് വെച്ച് നൽകിയിട്ടില്ലെന്നും യൂത്ത് കോൺഗ്രസിനോട് ചോദിക്കുന്ന DYFIയുടേത് ഉളുപ്പില്ലായ്മയാണെന്നുമാണ് അഖിൽ മാരാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇതിന് മറുപടിയായി പറയുന്നത്. അഖിൽ മാരാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ച കുറിപ്പ് വായിക്കാം. ഒരേ സമയം DYFIയോടും യൂത്ത് കോൺഗ്രസിനോടും അഭിമാനം തോന്നിയ ദിവസം. സർക്കാർ 770 കോടി വയനാട് ദുരന്തത്തിന്റെ പേരിൽ പിരിച്ചു വെച്ചിട്ട് ഒരു വർഷമായി. ആകെ ചിലവാക്കിയത് 36 കോടിയാണെന്നിരിക്കെ യൂത്ത് കോൺഗ്രസ് അവരുടെ നല്ല മനസ്സിന് ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിക്കാനും അതിനെതിരെ പരാതിപ്പെടാനും DYFI കാണിച്ച ഈ ധൈര്യം അഥവാ ഉളുപ്പില്ലായ്മ എന്ന് മറ്റുള്ളവർക്ക് തോന്നാം. അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന ഒന്നാണ്. നിങ്ങളാരും വീട് വെച്ച് കൊടുക്കേണ്ട, ഒരു വീടിന് 20 ലക്ഷം വെച്ച് സർക്കാരിന് തരണം, ഞങ്ങളത് ഞങ്ങൾക്ക് താല്പര്യമുള്ള കമ്പനിയെ കൊണ്ട് ചെയ്യിക്കും. 10 ലക്ഷത്തിന് താഴെ 450 വീട് സർക്കാർ വയ്ക്കും. ഒരേ സമയം കമ്മീഷനും അതേസമയം വീട് വെച്ച് കൊടുത്തു എന്ന മഹത്വവും. എന്തായാലും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും സർക്കാരിൻ്റെ ഈ വേല സമ്മതിച്ചില്ല. എന്നാലും ആരോപണം വന്ന പിറ്റേ ദിവസം KPCC നേതൃത്വം യൂത്ത് കോൺഗ്രസ് നേതൃത്വവും പത്രസമ്മേളനം വിളിക്കുന്നു, കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പടി കൂടി കടന്ന് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാം, 1 രൂപ വക മാറ്റിയെന്ന് തെളിയിച്ചാൽ എന്ന് വെല്ലുവിളിച്ചു. അതും ഇടതുപക്ഷ അനുഭാവമുള്ള ഒരു സ്വകാര്യ ചാനലിനോട്. ഇതേ വെല്ലുവിളി ഏറ്റെടുക്കാൻ പിണറായി വിജയന് കഴിയുമോ? മുൻപ് പിരിച്ച ദുരിതാശ്വാസ നിധി വകമാറ്റി ചിലവഴിച്ചു, പിടിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ലോകായുക്തയെ തരം താഴ്ത്തി. വയനാട്ടിൽ സർക്കാർ ടൗൺഷിപ്പ് പണിയും ഒരു സംശയവും വേണ്ട, ജനങ്ങൾക്ക് വേണ്ടിയല്ല, തുടർഭരണം ഉറപ്പാക്കാൻ വേണ്ടി. അത് ജനത്തെ ബോധ്യപ്പെടുത്തലാവണം പ്രതിപക്ഷത്തിന്റെ ധർമ്മവും. രാഷ്ട്രീയ തിരിച്ചടികൾക്ക് പാത്രമാകുന്ന പിണറായി വിജയനും സർക്കാരിനും ഈ വിഷയത്തിൽ തിരിച്ചടി ലഭിച്ചോ എന്ന് വേണം സംശയിക്കാൻ. രാഹുലിന് ബദലായി അഖിൽ മാരാർ ഉയർത്തിയ വെല്ലുവിളി സർക്കാരിനും പിണറായി വിജയനും പാർട്ടിക്കും ഒരു തലവേദനയും നാണക്കേടുമാണ്.